വളർത്താൻ പറ്റുന്ന ഒരു 200 സ്ക്വയർ ഫീറ്റ് കോഴിക്കോട് വെറും 5000 രൂപയ്ക്ക് പണിയാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതാണിപ്പോൾ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. ക്ക് 200 കോഴിക്കുഞ്ഞിനെ വളർത്താൻ പറ്റുന്ന ഒരു കൂടാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. വെറും 5000 രൂപയ്ക്ക്. അല്ലെങ്കിൽ 10-20 കോഴിക്കുഞ്ഞിനെ വളർത്തുന്ന കൂട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ മിനിമം 20,000 15,000 രൂപ ആകുന്ന സ്ഥാനത്ത് നമുക്ക് 200 കോഴിക്കുഞ്ഞിനെ വെറും 5000 രൂപ മുടക്കിൽ ഒരു കോഴിക്കോട് പണിതിരിക്കുന്ന കോഴിക്കോടാണ് നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത്. പറയാം. 18-24 സൈസ് വരുന്ന പടുതയാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചാൽ മതി. ഓൺലൈൻ മേടിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് വിലക്കുറവുണ്ട്. കടയിൽ നിന്ന് മേടിക്കുമ്പോൾ 2500-2600 രൂപ ആകുന്ന പടുതയ്ക്ക് ഓൺലൈൻ മേടിക്കുമ്പോൾ ഒരു 1500 റേറ്റ് നമുക്ക് കിട്ടും. അങ്ങനത്തെ ഒരു പടുത വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഈ ടൈപ്പ് കമ്പിയുടെ നെറ്റാണ്. അത് പറമ്പിലൊക്കെയാണ് പണിയുന്നതെങ്കിൽ ഈ സ്പേസ് കുറഞ്ഞ സ്പേസ് കുറഞ്ഞ നെറ്റ് മേടിക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. പാമ്പ് പോലെയുള്ള ജീവികളകത്ത് കയറാതിരിക്കാൻ വേണ്ടി. കോഴിയൊക്കെ ഉള്ള സമയത്ത് കോഴി മുട്ട എടുത്ത് പിന്നൊക്കെ ആയിട്ട് പാമ്പൊക്കെ അകത്ത് കയറാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ സ്പേസ് കുറഞ്ഞ കമ്പിയുടെ ഇടയിൽ സ്പേസ് കുറഞ്ഞ ടൈപ്പ് കമ്പി നെറ്റ് മേടിക്കണം. അതൊരു റോളിന് വരുന്നത് 1600-1650, പല സ്ഥലത്തും പല വിലയായിരിക്കും. 1700 വരുന്നത്. അങ്ങനത്തെ ഒരു റോള് മേടിക്കണം. നമ്മളിവിടെ 2 റോള് മേടിച്ചിട്ടുണ്ട്. പിന്നെ GI പൈപ്പ് വെച്ച് തന്നെ നമ്മളൊരു വാതിൽ പണിതിട്ടുണ്ട്. വാതിലിൽ നെറ്റടിക്കണം. ഒരു 5 അടി ഹൈറ്റിൽ നമ്മൾ നെറ്റടിച്ച് കഴിഞ്ഞാൽ അതിന് മുകളിലേക്ക് നമ്മൾ കിണറിനൊക്കെ മുകളിൽ ഇടുന്ന ടൈപ്പ് തന്നെ ഒരു വല മേടിച്ച് ഇങ്ങനെ പിടിപ്പിക്കുക. ഒരാൾ പൊക്കത്തിൽ നമുക്കകത്ത് കയറി നിൽക്കാൻ പറ്റുന്നൊരു ഹൈറ്റിൽ, ആ ഒരു ഹൈറ്റിൽ വലയിടുക. അതായത് കാക്കയോ കാര്യങ്ങളോ ഒക്കെ അകത്തോട്ട് വരാതിരിക്കാനും പിന്നെ കോഴി താറാവൊക്കെ പുറത്തേക്ക് പറന്ന് പോകാതിരിക്കാനൊക്കെ ആയിട്ട് ഒരു വല ചുറ്റും ആ ഒരു ഹൈറ്റിൽ തന്നെ ഒരാൾ പൊക്കത്തിൽ വല അടിക്കുക. അതിന് മുകളിലേക്ക് സാധാ കമ്പ് വെച്ച് തന്നെ മുകളിലേക്ക് പടുതയിടാവുന്ന രീതിയിൽ ഇങ്ങനെ കെട്ടിവെച്ച് ഉണ്ടാക്കുന്നതായിരിക്കും പൈസ ലാഭം. അല്ലെങ്കിൽ നമുക്ക് GI പൈപ്പ് തന്നെ വെച്ച് അല്ലെങ്കിൽ PVC പൈപ്പ് വല്ലതും വെച്ച് ഇങ്ങനെ ഒരു ത്രികോണാകൃതിയിൽ വീടിൻ്റെ ഒരു ടെറസിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്കിങ്ങനെ വെക്കാം. അതിന് മുകളിലേക്ക് നമ്മൾ ആദ്യം മേടിച്ച പടുത വിരിച്ച് കഴിഞ്ഞാൽ കെട്ടിക്കഴിഞ്ഞാൽ ബലത്തിൽ കെട്ടണം, അല്ലെങ്കിൽ കാറ്റൊക്കെ വരും പറന്നു പോകും. കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കോഴിക്കോട് ഉണ്ടാക്കാം. ഇപ്പോൾ ഇത്രയും ചിലവിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു 200 കോഴിനെങ്കിലും നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു കോഴിക്കോട് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ആകെ ചിലവ് വന്നിരിക്കുന്നത് നമ്മൾ അവസാനം കൂട്ടിയിട്ട് പറയാം. അപ്പം സാധാരണ ഒരു കോഴിക്കോട് പണിയണമെങ്കിൽ 50,000-1 ലക്ഷം രൂപ ഒക്കെ ആവുന്ന ചിലവ് വരുന്ന സ്ഥാനത്ത് നമ്മൾ വെറും ഒരു 5,000-6,000 രൂപ റേഞ്ചിലാണ് ഒരു 200 കോഴീനെ, അത് മുട്ടക്കോഴിയാണ്, ഇറച്ചിക്കോഴിയല്ല, മുട്ടക്കോഴിനെ ഇടാവുന്ന ഈ ഒരു കൂട് പണിതിരിക്കുന്നത്. കോഴിക്കോട്ടിൽ കോഴി പോലെ തന്നെ താറാവിനെ ഇടാം. താറാവിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. താറാവ് സെപ്പറേറ്റ് ചെയ്ത് കുറച്ച് വെള്ളവും വെച്ച് താറാവിനെ നമുക്ക് ആ കൂടെ തന്നെ ഇടാം. ചെറിയൊരു ബേസിനിലോ അല്ലെങ്കിൽ പഴയ ഫ്രിഡ്ജോ അങ്ങനെ സാധനങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് വെള്ളം വെച്ച് കൊടുത്താൽ താറാവിനെ നമുക്ക് വളർത്താം. 200 കോഴിക്കുഞ്ഞിനെ നമുക്ക് ഈ കൂട്ടിലിടാൻ പറ്റും. 200 കോഴിക്കുഞ്ഞ് വെറും 6,000-7,000 രൂപ മുടക്കി നമ്മൾ പണിത കൂടാണ്. അതിനകത്ത് 200 കോഴിക്കുഞ്ഞുങ്ങൾ ഇടാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മൾ പുറത്തുനിന്നൊരു കൂട് മേടിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ 200 കോഴിക്കുഞ്ഞിന് ഇടുക എന്ന് പറഞ്ഞാൽ ഒരു 1 ലക്ഷം രൂപ മുടക്കാം. ആ ഒരു കൂടിനും കാര്യങ്ങൾക്കും എല്ലാത്തിനും കുറയും. ആ സ്ഥാനത്ത് നമ്മൾ ഒരു 5,000-6,000-7,000 രൂപ റേഞ്ചിൽ ഈ ഒരു കൂട് പണിതിരിക്കുന്നത്. പിന്നെ അതിന് വെള്ളം തീറ്റ കാര്യങ്ങളൊക്കെ ആവശ്യത്തിന് വെച്ച് കൊടുക്കാനുള്ള പാത്രങ്ങൾ, അത് പ്ലാസ്റ്റിക് പാത്രങ്ങൾ മേടിക്കുന്ന കടയിൽ നമുക്ക് കിട്ടും. 150-200 ആ റേഞ്ചിലൊക്കെ ആവുള്ളൂ ആ പാത്രങ്ങൾക്കുള്ള വില. അപ്പോൾ ഇത്രയാണ് നമ്മൾ കോഴിക്കോട് പണിതിരിക്കുന്നത്. ഈ ഒരു പൈസയ്ക്കാണ് നമ്മൾ കോഴിക്കോട് പണിത് തീർത്തിരിക്കുന്നത്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും പണിയാവുന്ന ഒരു വീട്ടിൽ പണിയാവുന്ന ഒരു 15-20 സെൻറ്റ് സ്ഥലമുള്ള ആർക്ക് വേണമെങ്കിലും ഈ ഒരു രീതിയിൽ കോഴിക്കോട് പണിയുകയും അതിൽ നിന്ന് നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും.